എല്ലാവരും മീൻകറിയൊക്കെ വെക്കുന്നതാണ്. എന്നാലും എൻ്റെ ഒരു രീതിക്ക് ഞാനൊരു മീൻകറി വെക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ആദ്യം കടുകിടാം. കുറച്ച് കടുക്, സ്പൂൺ ഉലുവ. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് ചതച്ചെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ ഗ്യാസ് ഇതിൻ്റെ അടപ്പൊക്കെ പറഞ്ഞു പോയതാണ്. നന്നായി വയനാടൻ മീൻകറി തൂക്ക് പോലെ ഇരിക്കുന്ന പച്ചമുളക്, അത് പച്ചമുളക് രണ്ടെണ്ണം നമുക്ക് കീറി കൊടുക്കാം. പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ല തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കും. തക്കാളി അരച്ചതിട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി അരച്ചതിട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് എന്നിട്ട് നമുക്കതിനകത്തൊക്കെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം വാളംപുളിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വാളംപുളിയുടെ വെള്ളം ഒഴിച്ച് നമുക്ക് പുളി നോക്കിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. മുളകിൻ്റെ കുത്തല് തുമ്മല് വരുന്നു. നമുക്ക് നല്ല കുറുകിയ മീൻകറി ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതൊരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മീൻകറിയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് ഉപ്പും മുളകും പുളി ഈ മൂന്നും വേണം. പുളി ഒക്കെ വേണം. നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് കൂട്ടി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പുളിയില്ല, നമുക്ക് ഇച്ചിരി കൂടെ പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി വെച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നല്ല മീനിൻ്റെ കുറച്ചെടുത്ത് പൊരിക്കാനെടുത്ത് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇന്നലെ കേരളം മേടിച്ച 2 ദിവസമായി. ഒരു ഫ്രിഡ്ജിൽ വെച്ച മീനാണ്. മീനിട്ട് കറി നന്നായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല അരപ്പൊക്കെ നന്നായി പിടിച്ചത് മീൻ അരപ്പൊക്കെ നന്നായി പിടിച്ചത്. നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. കാരണം നമ്മൾ വേവിക്കുന്ന പോലെ ഇട്ട് കൊടുക്കുമ്പോഴല്ല, ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കണം. ഇനി നമുക്കിത് കുറച്ച് തന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോഴായിരിക്കും മീൻകറി നല്ല സൂപ്പറായിരിക്കും. ഓഫാക്കും. നമുക്ക് ഇനി നമ്മുടെ മീൻകറി കൂട്ടി ചോറില്ല കേട്ടോ. നല്ല ആവി തുറക്കുന്ന ചോറില്ല. നല്ല സൂപ്പറായിട്ട്